പ്രശ്നങ്ങൾ പറയാൽ യൂട്യൂബ് ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. വളരെ കാലമായി ഞാനും സുൽഫി ഈ വിഷയമായിട്ട് ഒരുപാട് വീഡിയോകളും മറ്റും നമ്മളെ പ്രതികരണങ്ങളും നമ്മൾ പ്രകടിപ്പിച്ചെങ്കിലും ഒരു മനുഷ്യർ ഇതിന് വേണ്ട ഒരു പ്രാധാന്യമോ പരിഗണന ഈ വിഷയം ഞാൻ ഈ വിഷയത്തിൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത് ആരും കൊടുക്കുന്നില്ല. എല്ലാവരും വളരെ ഈസിയായിട്ട് കണ്ടു ഇതുവഴി ഇങ്ങനെ ഓടിച്ചു പോകുന്നു. അതിൽ രാഷ്ട്രീയ നേതാക്കളുണ്ട്, മത നേതാക്കളുണ്ട്. ഇപ്പോഴത്തെ മുസ്ലിയാക്കന്മാരുടെ എനിക്ക് പറയാൻ മനുഷ്യരായിട്ട് ജീവിക്കാൻ അവരെ നിങ്ങൾ പ്രാപ്തരാക്കണം. നമുക്ക് കണ്ടവന്റെ വേസ്റ്റ് കൊണ്ട് തട്ടാനുള്ള ഇടമാക്കി സ്വന്തം മഹലുകളെ ആക്കി വെച്ചിട്ട് എന്നിട്ട് നിങ്ങൾ എന്താ സംസാരിക്കുന്നത്? നാണക്കേടാണ്. അതായത് ഈ നാട്ടിലെ മത രാഷ്ട്രീയ നേതൃത്വത്തിന് നാണക്കേടാണ്. അല്ല അവർക്കൊരു നാണക്കേടുമില്ല. നാണക്കേടില്ലെന്നറിയാം. ഇവിടെ രാഷ്ട്രീയ നേതാക്കൾ കൂടിപ്പോയി. നമ്മുടെ നാട്ടില് എല്ലാ രാഷ്ട്രീയ വിഭാഗത്തിലുള്ള നേതാക്കന്മാരും ഇവിടെ ഉണ്ടല്ലോ. അവരെല്ലാം ഉറപ്പാണത്. പിന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, വെൽക്കം, സ്വാഗതം. അതൊരു പഞ്ചായത്ത് അറിയാമോ? എല്ലാവരും കൊണ്ട് വേസ്റ്റ് ഇട്ടോളൂ, ഞങ്ങൾ വിവാഹം ചെയ്തിരിക്കുകയാണ്. അല്ല, ഞാൻ ഒരു സംശയം ചോദിച്ചോളൂ. ഈ സാധനം നേരെ ആ ഭാഗത്തോണ്ട് ഇട്ടാൽ എന്തായിരിക്കും അവസ്ഥ? പള്ളിയിൽ അച്ഛന്റെ നേതൃത്വത്തിൽ തന്നെ ആയിരിക്കും അവിടെ ജനങ്ങൾ പ്രക്ഷോഭത്തിലിറങ്ങുകയും വേണ്ട ക്യാമറകളും ഇത് മോണിറ്റർ ചെയ്യാനുള്ള ഇവിടെ എല്ലാ ഇതും വയ്ക്കാനായിട്ടുള്ള സംവിധാനങ്ങളും വളരെ ഏസിയാക്കാനും അതുണ്ടാകാം ഇതുണ്ടാകാം. ഇതൊക്കെയാണ് ഈ നാട്ടിന്റെ വളരെ നിർബന്ധമായ കാര്യങ്ങളാണ്. നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെ മനുഷ്യരാക്കാൻ ജീവിക്കാനും ഇത്തരം കാര്യങ്ങൾ ഈ മനുഷ്യരായ പ്രതികരിക്കില്ലേ? എന്താണ് ഇങ്ങനെയുള്ള അധർമ്മങ്ങൾക്കും അന്യായങ്ങൾക്കും പ്രതികരിക്കാൻ സജ്ജമാക്കേണ്ടതാണ് ഇവിടുത്തെ മത നേതൃത്വം. അല്ല, ഇതിനെക്കുറിച്ച് ആരും ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ. അതല്ലേ സങ്കടം. മത നേതൃത്വത്തിന്റെ ഇതെന്ന് പറഞ്ഞിരുന്നാൽ ഒരു മഹലിലുള്ള ആൾക്കാരെ ബോധവാന്മാരാക്കി ഉത്തമ പൗരന്മാരാക്കാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവേണ്ടത്. ഇവിടെ അത് ഉണ്ടാവുന്നുണ്ടോ? ഇല്ലല്ലോ. ഇത് നോക്ക്, മുഴുവനും ഇത് വേറെ ഏതെങ്കിലും രാജ്യത്ത് നടക്കൂ, വേറെ ഏതെങ്കിലും നാട്ടിൽ നടക്കൂ? സത്യം പറഞ്ഞത് വളരെ കഷ്ടമാണ്. ഇവിടെ തലയും കുറിച്ചല്ലാതെ ഈ വഴി കൂടെ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഇവര് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ ഇവിടെ ഇതുവഴി നടന്നു പോകാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് ഈ ഇവിടുത്തെ രാഷ്ട്രീയ മത നേതൃത്വങ്ങള് എങ്ങനെയാണ് ഈ തല ഉയർത്തി നടക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കഴിവ് കെട്ട ഒരു നേതൃത്വം നിരയാണ് നമുക്കുള്ളതെന്ന് പറയാതിരിക്കാൻ വയ്യ. രാഷ്ട്രീയമാവട്ടെ മതമാവട്ടെ. ഞാൻ എന്തിനാ മതം ഇതിൻ്റെ ഇടയിൽ വലിച്ചിട്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ അവിടെ കൊണ്ട് പുതുക്കുറിച്ചിയിൽ പാലത്തിലെങ്ങാനും കൊണ്ട് ഇട്ടിരുന്ന അച്ഛന്റെ നേതൃത്വത്തിലായിരിക്കും ഇറങ്ങി വരുന്നത്. അവിടെ മദ്യപാനം നിർത്തലാക്കിയ അച്ഛന്റെ നേതൃത്വത്തിലാണ്. ഒരു മത നേതൃത്വം പറയുന്നതും അത് അച്ഛനുസരിക്കുന്നതായിട്ടുള്ള ഒരു സമൂഹമാണ് അവിടെ ഉള്ളത്. നമ്മൾ ആരെങ്കിലും ഇയാളെ വിചാരിച്ച് നടക്കൂല. അതല്ലേ ഞാനിവിടെ വേറെ പാർട്ടികളുടെ അതായത് മറ്റേത് കമ്മ്യൂണിസ്റ്റ് അല്ല, കോൺഗ്രസ് അല്ലാത്ത രാഷ്ട്രീയ പാർട്ടി എടുത്ത് നിങ്ങൾ ആരെങ്കിലും ഇതിൽ കയറി ഇടപെടും. ഇതൊന്ന് ക്ലിയർ ആകുന്ന ഒരു പ്രോഗ്രാം ഇതൊക്കെ ക്ലീൻ ചെയ്ത് ഇവിടെ എല്ലാം നല്ല സംവിധാനിക്കണമെന്ന് പറഞ്ഞപ്പോ അതൊന്നും നമ്മളെ ജോലിയല്ല. ആർക്കും വയ്യ. നാടിന് ഇത് നന്നായിട്ട് അറിയാം. ഇതിപ്പോ പിണറായി ഇപ്പൊ പറഞ്ഞു തന്നാൽ കൂടി പറയുന്നത് പിണറായി വിജയൻ വന്ന് ചെയ്യണം. എന്താ ചെയ്യുന്നത്? വളരെ കഷ്ടമാണ് സത്യം പറഞ്ഞാൽ. ഈ രാത്രി കുട്ടികൾ ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന സമയത്ത് മിക്ക ദിവസങ്ങളിലും ഈ ലൈറ്റ് എത്തിയിട്ടില്ല. ചില ദിവസങ്ങളിൽ വലിയ പാടാണ്. പാമ്പുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ വിഷപ്പാമ്പുള്ള. വിഷപ്പാമ്പല്ല, ഇതിനകത്ത് നല്ല സൂപ്പർ മുയലുകളും ഒരു ഉപദ്രവവും ഇല്ലാത്ത സാധനങ്ങളാണ് കിടക്കുന്നതാണെങ്കിൽ പോലും ഇതൊക്കെ ഇവിടെ അനുവദിക്കാൻ പറ്റും. വിഷപ്പാമ്പില്ല ഇവിടെ. നല്ല മയിലും മുയലും ഒക്കെയാണ് ഉള്ളതാണെങ്കിൽ പോലും നമുക്കിത് അംഗീകരിക്കാൻ പറ്റും. നാട്ടുപിടുത്ത് നടക്കാൻ പോയാലോ. ഇപ്പൊ ഇവിടെ നിൽക്കുന്ന പാട് തന്നെ നമുക്കറിയാം. നമ്മൾ എന്തുമാത്രം സഹിച്ചതറിയാം. ഈ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ നാറ്റോ സഹിച്ച് ഇവിടെ നിന്ന്. ഇത് കണ്ടിട്ടെങ്കിലും എന്ത് കഷ്ടമാണ്. ഞാൻ ഇതിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരുന്നത് ഇവിടെ ഒരുപാട് സംഘടനകളുണ്ട്. എന്റെ സംഘടനകൾക്കൊന്നും ഒരു പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ഉണ്ട്. നമ്മളും ഒരു സംഘടനയുടെ ഭാഗം തന്നെയാണ്. പക്ഷെ ആർക്കെങ്കിലും ഇതിനൊരു പരിഹരിക്കാനായിട്ട് ഒരു മാർഗം, ഒരു പ്രോഗ്രാം നമ്മൾ ഇതിനൊരു ഇത് പ്രൊജക്റ്റായിട്ട് എടുത്തിട്ട് ഇത് ക്ലിയർ ചെയ്ത് എല്ലാം ശരിയാക്കുന്ന ഒരു പ്രൊജക്റ്റായിട്ട് എടുത്തിട്ട്
അതിനാദ്യം എന്ത് ചെയ്യണം, എന്തൊക്കെ റിസോഴ്സസുകളാണ് വേണ്ടത്, എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ പറയണ ഇത്ര രൂപ ഉണ്ടെങ്കിൽ ഞങ്ങളെല്ലാം കൂടെ പിന്നെ ശരിയാക്കാം, നമുക്ക് ശരിയാക്കിക്കാം എന്നൊക്കെ ഉള്ള ഒരു അസസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ചെയ്യാനോ പ്ലാൻ ചെയ്യാനോ ഒന്നും ആർക്കും ഒരു താല്പര്യമില്ല. ഇവിടെ ആര് എന്ത് ചെയ്താലും വേസ്റ്റ് ഇട്ടാലും കൊള്ള, ജനങ്ങൾക്ക് എന്ത് വന്നാലും ഒരു കുഴപ്പമില്ല. നമ്മുടെ പൈസ നമ്മുടെ പോക്കറ്റ് ഉയർക്കണം, അത് തന്നെ ഉയർത്ത് വരണം പോക്കറ്റ് എല്ലാവരും. ഒന്നിനും ഇറങ്ങാൻ വയ്യ. വളരെ മോശം, വളരെ വളരെ മോശമാണ്, വളരെ മോശമാണ്, വളരെ സങ്കടമാണ്. നമ്മളെല്ലാം ലജ്ജിക്കണം. ഈ നാട്ടുകാരെല്ലാവരും ഇങ്ങനെ തല കുമ്പിട്ട് നിൽക്കണം. എത്ര രൂപയാണ് നമ്മൾ അതിനൊക്കെ വേണ്ടി ചിലവഴിക്കുന്നത്? പക്ഷേ ഇത്തരം ഇതല്ലേ ഈ വളർന്ന തലമുറയ്ക്ക് എന്ത് പാഠമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്? പിള്ളേരൊക്കെ പോകുന്നുണ്ടല്ലോ, അവർക്ക് എന്ത് പാഠമാണ് കിട്ടുന്നത് ഇതിൽ? എന്റെ ഇപ്പൊ ഇവിടുത്തെ ഇത് സംഗതി എങ്ങനെയാണ്? വേസ്റ്റ് എന്റെ വേടത്തിലിടരുത്, വല്ലവന്റെ വേടത്തിൽ കൊണ്ടിടാം, കുഴപ്പമില്ല. ഞാനും കൊണ്ടിടും, ഞാൻ വേസ്റ്റ് ഇടും, നിങ്ങളാരും ഇടരുത്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ പൊന്നെ, അല്ല ഇതിപ്പോ വേറെ കാര്യമുണ്ട്, ദൂരെ എന്താ ആൾക്കാരോട് കൊണ്ടിടൂ? ഇല്ല, ഇവിടെ ആൾക്കാർ ശരിയല്ലെന്ന് കണ്ടിട്ടല്ലേ വേറെ ആൾക്കാർ ഇടുന്നത്. ഇവിടുത്തെ ആൾക്കാരാണ് എന്തുകൊണ്ടാണ് ഇവിടുത്തെ ആൾക്കാർ ഇവിടെ കൊണ്ടിടുന്നത്? ഒരു വട്ടിയും ചോദിക്കില്ലെന്ന് നമ്മൾക്കറിയാം. കാരണം എല്ലാവർക്കും രാവിലെ അവന്റെ കാര്യത്തിന് ഓട്ടം. ഇവിടെ പണ്ട് ഞാൻ പറയാനുള്ള ഒരു കാര്യമുണ്ട്, നാട്ടുകാർ മരിച്ചു സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, നീ ഇതേപോലെ പോയി അവിടെ കിടന്ന് വിരസിയ നാട്ടുകാർ സമ്മതിക്കുക, നാട്ടുകാർ നോക്കിക്കൊണ്ടിരിക്കും. നാട്ടുകാർ മരിച്ചിട്ട് എത്രയോ കാലമാണ്, നാട്ടുകാരൊക്കെ മരിച്ചിട്ട് എത്രയോ കാലം. അതല്ലേ ഒരുത്തൻ ഒരു വടിവാളും കൊണ്ടായിട്ട് ഇറങ്ങിത്തീരുന്ന മണ്ട് ഒരു ജാലകൾ ഇടികൊണ്ട് മൂന്ന് പോകും. പിള്ളേരുടെ മൂന്ന് കൂടി അവരുടെ പരിപ്പെടുക്കും. ഇപ്പൊ നടക്കും. ഇപ്പൊ ഒരുത്തൻ ഒരു വടിവാളം വെച്ചിട്ട് ഇറങ്ങിയ ഒറ്റ എണ്ണ അനങ്ങിയില്ലേ.